Hey BCom and BBA students. Looking for FY UGP classes for BCom and BBA. Looking for summarized notes. Need university updates and exam preparation methods. Do you want all this for free? Join our WhatsApp channel now. ഓക്കെ, വെൽക്കം ടു സ്റ്റഡി ബോർഡ്. അപ്പോൾ നമ്മളിന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത് FIUGP BCom സെക്കൻഡ് ഇയർ തേർഡ് സെമസ്റ്ററിൽ വരുന്ന കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ തിയറി പോർഷനാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനീസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കിടക്കുന്ന അക്കൗണ്ടിങ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ കമ്പനീസിൽ നമുക്ക് ഡേ ടു ഡേ അക്കൗണ്ടിങ് ഓപ്പറേഷൻസിൻ്റെ അക്കൗണ്ടിങ് നിങ്ങൾ നോക്കേണ്ട കാര്യം വരുന്നില്ല. അത് ഓൾറെഡി നമ്മൾ +1 അക്കൗണ്ടിങ്ങിൽ തന്നെ പഠിച്ചു കഴിയുന്നതാണ്. അക്കൗണ്ടിങ്ങിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസ്, പർച്ചേസ്, സെയിൽ, അതേപോലെ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഈ വക കാര്യങ്ങളൊക്കെ +1 അക്കൗണ്ടിങ്ങിൽ കഴിഞ്ഞതാണ്. ഇവിടെ നമ്മൾ എക്സ്ക്ലൂസീവായിട്ട് ഈ പറയുന്ന കമ്പനിയുടെ ഷെയർ, ഡിബെഞ്ചർ, ഈ വക ട്രാൻസാക്ഷൻസ്, ഇപ്പോൾ കമ്പനിക്ക് ക്യാപിറ്റൽ ഷെയർ ആയിട്ടാണ് വാങ്ങുക. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളും അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകളൊക്കെയാണ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ പ്രധാനമായിട്ടും നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യ ചാപ്റ്ററിൻ്റെ പേര് തന്നെ അക്കൗണ്ടിങ് ഫോർ ഷെയർ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഇതിൽ വരുന്നത് മീനിങ് ഓഫ് കമ്പനി ആൻഡ് ഷെയർ ക്യാപിറ്റൽ, ഇപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെയാണ് തിയറി ആയിട്ട് വരുന്നത്. ഒന്ന് മീനിങ് ഓഫ് കമ്പനി വരുന്നുണ്ട്, ഷെയർ ക്യാപിറ്റലിനെ കുറിച്ച് പഠിക്കാൻ വരുന്നുണ്ട്, റിസർവ് ക്യാപിറ്റലിനെ കുറിച്ചും അതേപോലെ ഷെയർ ക്യാപിറ്റലിനെ കുറിച്ച് പഠിക്കാൻ വരുന്നുണ്ട്. മീനിങ് ഓഫ് ഷെയർ ക്യാപിറ്റലും ഷെയറും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. മൊത്തം ക്യാപിറ്റലിനെയാണ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുക, ഇൻഡിവിജ്വൽ ഷെയറുകൾ വേറെ തന്നെയാണ്. അതുകൊണ്ട് മീനിങ് ഓഫ് ഷെയർ വേറെ തന്നെ പഠിക്കാനുണ്ട്. പിന്നീട് ടൈപ്പ് ഓഫ് ഷെയർ, ഇക്വിറ്റി ഷെയർ വേഴ്സസ് പ്രിഫറൻസ് ഷെയർ, സ്വെറ്റ് ഇക്വിറ്റി ഷെയർ, പിന്നെ സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഷെയർ വരുന്നുണ്ട്. ദെൻ ടൈപ്പ് ഓഫ് ഷെയർ, പിന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ഇക്വിറ്റി ഷെയർ ആൻഡ് പ്രിഫറൻസ് ഷെയർ നമുക്ക് പഠിക്കാനായിട്ട് വരുന്നുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റോക്ക് ആൻഡ് ഷെയർ, അത് കഴിഞ്ഞ് ടൈപ്പ് ഓഫ് ഇഷ്യൂ നോക്കാനായിട്ടുണ്ട്. സ്റ്റെപ്സ് ഇൻ ഇഷ്യൂ ഓഫ് ഷെയർ, മിനിമം സബ്സ്ക്രിപ്ഷൻ നോക്കാനുണ്ട്. ഷെയർസ് പേയബിൾ ബൈ ഇൻസ്റ്റാൾമെൻറ്റ്, അത് വരെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നോക്കാനായിട്ടുള്ളത്. ഇനി മീനിങ് ഓഫ് കമ്പനി എന്താണ് എന്നുള്ളതാണ്. സോ ദ വേർഡ് കമ്പനി കംസ് ഫ്രം Latin word that means com, which means together, and pani, which means bread. അപ്പോൾ കമ്പനി എന്ന് പറയുന്ന വേർഡ് എന്താണ്, ആ ഒരു വേർഡ് വന്നിരിക്കുന്നത് 2 ലാറ്റിൻ വേർഡുകളാണ്. ലാറ്റിൻ നമുക്കറിയാം യൂറോപ്യൻ ലാംഗ്വേജ് ആണ്, ഒരു എന്താണ് ഏൻഷ്യൻ യൂറോപ്യൻ ലാംഗ്വേജ് ആണ്. അതിൽ കോം എന്ന് വെച്ചാൽ എന്താണ്, ടുഗെദർ എന്നുള്ളതാണ്. പിന്നെ പാനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെഡ് എന്നുള്ളതാണ്. അപ്പോൾ ഒരുമിച്ച് നമ്മൾ എന്താണ്, എന്തെങ്കിലും ഒരു ബ്രെഡ് മീൻസ് ഒരുമിച്ച് പ്രോഫിറ്റ് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. മീനിങ് പീപ്പിൾ ഹൂ കം ടുഗെദർ എന്നുള്ളതാണ് ഓവറോൾ അതിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്കറിയാം കമ്പനി എന്ന് വെച്ചാൽ ഒരുപാട് പേര് ചേർന്നിട്ട് നടത്തുന്നൊരു ബിസിനസ്സാണ്. അപ്പോൾ അതിൽ ലക്ഷക്കണക്കിന് ആൾക്കാരൊക്കെ എന്താണ് കമ്പനിയിൽ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുണ്ടാവും. എ കമ്പനി ഈസ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് പീപ്പിൾ ഫോംഡ് ഫോർ എ കോമൺ പേർപ്പസ്. ഒരു കോമൺ പേർപ്പസിനായിട്ട് ആൾക്കാർ ഒരു വോളണ്ടറി ആയിട്ട് എന്താണ് സ്വമേധയാ ഒരു ഉണ്ടാകുന്നൊരു അസോസിയേഷനാണ് കമ്പനി എന്ന് പറയുന്നത്. സോ അതിനൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ലോർഡ് ജസ്റ്റിസ് ഹാനെ എന്ന് പറഞ്ഞ വ്യക്തി ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. എ കമ്പനി ഈസ് എൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ വിത്ത് പെർപ്പച്വൽ സക്സഷൻ ആൻഡ് കോമൺ സീൽ. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ എന്താണ് കമ്പനിയുടെ കോമൺ ഫീച്ചേഴ്സായിട്ടും പറയുന്ന കാര്യങ്ങളാണ്. കമ്പനിയെക്കുറിച്ച് നമ്മൾ എന്താണ് +2 തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. കമ്പനി എന്ന് ടൈപ്പ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനാണ്. അപ്പോൾ അതിൽ കമ്പനിയുടെ പ്രത്യേകതകളായിട്ട് പറയുന്നത് കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ടാണ് ലോ അംഗീകരിക്കുക. കമ്പനിക്ക് ഒരു കോമൺ സീൽ ഉണ്ടാവും, അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിക്കുള്ള സിഗ്നേച്ചർ പോലെ. പിന്നെ കമ്പനി വിൽ ഹാവ് പെർപ്പച്വൽ സക്സഷൻ, അതായത് വിത്തൗട്ട് ദ ഓണേഴ്സ് കമ്പനി ക്യാൻ എക്സിസ്റ്റ് എന്നുള്ളതാണ്. ഓണേഴ്സ് മരണപ്പെട്ടു പോയാലും പുതിയ ഓണേഴ്സ് വന്നിരുന്നതാണ് കമ്പനിയെ നിലനിർത്താൻ സാധിക്കും എന്നുള്ളതാണ്. മറ്റൊരു ഡെഫിനിഷൻ വരുന്നത് കമ്പനി ഈസ് എൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺ യുണൈറ്റഡ് ഫോർ എ കോമൺ ഒബ്ജക്റ്റ് ആണ്. കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ്സ് ലൈക്ക് എൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺ യുണൈറ്റഡ് ഫോർ എ കോമൺ ഒബ്ജക്റ്റ് എന്നുള്ളതാണ്. ജസ്റ്റിസ് ജെയിംസ് ആണ് ഇതിൻ്റെ ഡെഫിനിഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. സോ ഇനി അത് കൂടാതെ നമ്മുടെ കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഒരു ഡെഫിനിഷൻ വന്നിട്ടുണ്ട്. എ കമ്പനി ഈസ് വൺ ദാറ്റ് ഈസ് രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട് ഓർ എനി പ്രീവിയസ് കമ്പനീസ് ആക്ട്. അപ്പോൾ ഈ ഒരു ആക്ട് പ്രകാരമോ അല്ലെങ്കിൽ പ്രീവിയസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ആക്ട് പ്രകാരമോ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എന്താണ് ഒരു കമ്പനിയാണ്
ഈ കമ്പനി എന്ന് പറയുന്നത്. 2013 ഡെഫിനിഷനാണ് ആക്റ്റിലുള്ള. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കുക നിങ്ങൾ ഡെഫിനിഷനായിട്ട്. മീനിങ് ചോദിക്കുകയാണെങ്കിൽ ഇത് രണ്ടും ഏതാണെന്നുള്ളതാണ്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ സ്റ്റാർട്ട് എ ടെക് കമ്പനി രജിസ്റ്റർ അണ്ടർ കമ്പനീസ് ആക്ട്, ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ്. ഇനിയാണ് നമുക്ക് ഷെയർ ക്യാപിറ്റലിനെ കുറിച്ച് നോക്കാനുള്ളത്. എ കമ്പനി നീഡ്സ് മണി ടു ഓപ്പറേറ്റ് വിച്ച് ഇറ്റ് കളക്ട്സ് ബൈ ഇഷ്യൂയിങ് ഷെയർസ് ടു ദ പബ്ലിക്. കമ്പനി ഈ ഷെയർ ക്യാപിറ്റൽ എന്താണെന്ന് വെച്ചാൽ പബ്ലിക്കിൽ എന്താണ് ഷെയർ ഇഷ്യൂ ചെയ്യും. അപ്പോൾ അവരെ കയ്യിൽ നിന്ന് പൈസ കളക്ട് ചെയ്തിട്ടാണ് കമ്പനി ഈ പറയുന്ന ഷെയർ ക്യാപിറ്റൽ, കമ്പനിക്ക് ആവശ്യമുള്ള മൂലധനം ക്യാപിറ്റൽ കമ്പനി കണ്ടെത്തുന്നത് എന്നുള്ളതാണ്. പീപ്പിൾ ഹൂ ബൈ ദീസ് ഷെയർസ് ബിക്കം ഷെയർ ഹോൾഡർ. ഈ ഒരു ഷെയർ വാങ്ങുന്ന ആൾക്കാർ എന്താണ് ഷെയർ ഹോൾഡേഴ്സ് ആവും. ആൻഡ് കളക്റ്റീവ്ലി കോൺട്രിബ്യൂട്ട് ടു ദ ഷെയർ ക്യാപിറ്റൽ. കളക്റ്റീവായിട്ട് എന്താണ് അവർ ആ ഷെയർ ക്യാപിറ്റലിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി എക്സാമ്പിളാണ്, ഇഫ് എ കമ്പനി ഇഷ്യൂസ് 1000 ഷെയർസ് അറ്റ് ₹10 ഈച്ച്, ദ ടോട്ടൽ ക്യാപിറ്റൽ ഷെയർ ക്യാപിറ്റൽ ഈസ് 10,000. അപ്പോൾ അതായത് 1000 പേര് ചേർന്നിട്ട് 10 രൂപ വെച്ചിട്ട് ഒരു ഷെയർ ഇറക്കുകയാണെങ്കിൽ അത് 10,000 രൂപേൻ്റെ അല്ല 10,000 രൂപ വരികയാണെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ 1000 പേരെടുത്ത് 10 രൂപ ചോദിച്ചാലും 10,000 കിട്ടും. അങ്ങനെ എന്താണ് ചിലപ്പം ഈ ഇക്വിറ്റി ഷെയർ ആവുകയാണെങ്കിൽ എന്താണ് അത് നമ്മൾ തിരിച്ചടക്കില്ല. അവർക്ക് വേണമെങ്കിൽ ആ ഷെയർ മറ്റൊരാൾക്ക് വേണമെങ്കിൽ എന്താണ് മറച്ചു വെക്കാം. ഷെയറിൻ്റെ വില പല തരത്തിൽ എന്താണ് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ടൈപ്സ് ഓഫ് ഓർ കാറ്റഗറീസ് ഓഫ് ഷെയർ ക്യാപിറ്റലാണ് നമുക്കിനി അടുത്തതായിട്ട് നോക്കാനുള്ളത്. അപ്പോൾ അതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാറ്റഗറീസ് ഓഫ് ഷെയർ ക്യാപിറ്റലാണ്. ടൈപ്സ് ഓർ ഷെയർ ക്യാപിറ്റലിൻ്റെ കാറ്റഗറീസാണ്, ഷെയറിൻ്റെ കാറ്റഗറീസ് അല്ല കേട്ടോ. ഷെയർ ക്യാപിറ്റൽ കാറ്റഗറീസാണ്. അതിൽ ആദ്യത്തേത് എന്താണ് ഓതറൈസ്ഡ് ക്യാപിറ്റലാണ്. ഓക്കെ, അപ്പോൾ ആ ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ എ കമ്പനി ഈസ് അലൗഡ് ടു റേസ് ത്രൂ ഷെയർ ആണ്. അപ്പോൾ കമ്പനിയുടെ മെമ്മറാൻഡം ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിരിക്കുന്ന മാക്സിമം ക്യാപിറ്റൽ, ഒരു കമ്പനിക്ക് സമാഹരിക്കാൻ പറ്റുന്ന മാക്സിമം ക്യാപിറ്റലാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതിന് മുകളിലേക്ക് കമ്പനിക്ക് എന്താണ് അത് ഷെയർ ക്യാപിറ്റൽ സമാഹരിക്കണം എന്നുണ്ടെങ്കിൽ കമ്പനിയുടെ മെമ്മറാൻഡത്തിൽ ക്യാപിറ്റൽ ക്ലോസിൽ കമ്പനിക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ട് വരും. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് നോമിനൽ ഓർ രജിസ്റ്റേർഡ് ക്യാപിറ്റൽ. ഇതിനെ നോമിനൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ക്യാപിറ്റൽ എന്നും അറിയപ്പെടുന്നു. സോ ഇറ്റ് ഈസ് എ മാക്സിമം എമൗണ്ട്, അതായത് പരമാവധി കമ്പനിക്ക് സമാഹരിക്കാൻ സാധിക്കുന്ന ക്യാപിറ്റലിനെയാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയാം. ഇഫ് എ കമ്പനീസ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഈസ് 10 lakh, കമ്പനിയുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ 10 ലക്ഷമാണെങ്കിൽ ഇറ്റ് കനോട്ട് ഇഷ്യൂ ഷെയർസ് ബിയോണ്ട് ദാറ്റ് എമൗണ്ട്. അതായത് കമ്പനിക്ക് എന്താണ് 10 ലക്ഷമാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ എങ്കിൽ എന്താണ് അതിന് മുകളിലേക്ക് എന്താണ് കമ്പനിക്ക് അത് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 10 ലക്ഷം വരെയുള്ള പൈസ സമാഹരിക്കുന്ന തരത്തിലെ ഷെയർ ഇഷ്യൂ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി ഓതറൈസ്ഡ് ക്യാപിറ്റൽ കഴിഞ്ഞിട്ട് അടുത്തതാണ് എന്ത് ഇഷ്യൂഡ് ക്യാപിറ്റൽ. അപ്പോൾ അതിൽ ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്താണ് ദ പാർട്ട് ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ ദാറ്റ് ഈസ് ഓഫേർഡ് ടു ദ പബ്ലിക് ഫോർ സബ്സ്ക്രിപ്ഷൻ ആണ്. അതായത് 10 ലക്ഷത്തിൻ്റെ ക്യാപിറ്റൽ ഓതറൈസ്ഡ് ഉണ്ടെങ്കിലും കമ്പനിക്ക് ചിലപ്പോൾ 5 ലക്ഷം മതിയാവും. അപ്പം അതായിരിക്കും കമ്പനി ചിലപ്പം പബ്ലിക്കിന് വാങ്ങാനായിട്ട് ഇഷ്യൂ ചെയ്യുക. അപ്പോൾ ആ ഒരു പോർഷൻ, ദ പോർഷൻ ഓഫ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ വിച്ച് ഈസ് ഇഷ്യൂഡ് ടു ദ പബ്ലിക് ഈസ് നോൺ ആസ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. ദ റെസ്റ്റ് റിമെയിൻസ് അൺഇഷ്യൂഡ്. അപ്പോൾ അതിൽ ഓതറൈസ്ഡ് ബാക്കിയുള്ള എന്താണ് അൺഇഷ്യൂഡ് ക്യാപിറ്റലാണ്. ആൻഡ് ക്യാൻ ബി ഇഷ്യൂഡ് ലേറ്റർ. അതെന്താണ് പിന്നീട് നമുക്ക് എന്താണ് ഇഷ്യൂ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ഔട്ട് ഓഫ് 10 lakh ഓതറൈസ്ഡ്, ഇഫ് 6 lakh വർത്ത് ഓഫ് ഷെയർസ് ആർ ഓഫേർഡ് ദാറ്റ്സ് ദ ഇഷ്യൂഡ് ക്യാപിറ്റൽ. അപ്പോൾ അതാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് എന്ത് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. അപ്പോൾ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്താണ് പാർട്ട് ഓഫ് ഇഷ്യൂഡ് ക്യാപിറ്റൽ ദാറ്റ് ഈസ് ആക്ച്വലി ടേക്കൺ ബൈ പബ്ലിക്. അതായത് ഇപ്പോൾ 6 ലക്ഷം ഇഷ്യൂ ചെയ്താലും ഇവിടെ പറഞ്ഞില്ലേ ചിലപ്പോൾ എന്താണ് ഈ 6 ലക്ഷം ചിലപ്പോൾ ആൾക്കാർ വാങ്ങാം, ചിലപ്പോൾ 4 ലക്ഷം ആൾക്കാർ വാങ്ങുള്ളൂ. അപ്പോൾ ബാക്കി 2 ലക്ഷം എന്താണ് സബ്സ്ക്രൈബ്ഡ് ആണ്. അപ്പോൾ നമ്മൾ ഇഷ്യൂ ചെയ്തെല്ലാം ആൾക്കാർ വാങ്ങിക്കൊള്ളണമെന്നില്ല. എത്രയാണോ ആൾ വാങ്ങുന്നത് അതാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. ഇഫ് ഓൾ ഇഷ്യൂഡ് ഷെയർസ് ആർ ബോട്ട് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ഈക്വൽസ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഇഷ്യൂ ചെയ്ത ക്യാപിറ്റൽ മൊത്തം പബ്ലിക് വാങ്ങുകയാണെങ്കിൽ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലും ഇഷ്യൂഡ് ക്യാപിറ്റലും സെയിം ആയിരിക്കും. എക്സാമ്പിൾ ഇഫ് പബ്ലിക് ടേക്സ് ഓൾ 6 lakh വർത്ത് ഷെയർ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ഈസ് 6 lakh. ഇനി അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ആണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ. അപ്പോൾ എന്താണ് ഈ കോൾഡ് അപ്പ് ക്യാപിറ്റൽ? കമ്പനി മേ നോട്ട് ആസ്ക് ഫോർ ഫുൾ പേയ്മെൻറ്റ്. ഇനി കോൾഡ് അപ്പ് ക്യാപിറ്റലിനെ കുറിച്ചിട്ടാണ്. കമ്പനി മേ നോട്ട് ആസ്ക് ഫോർ ഫുൾ പേയ്മെൻറ്റ് അറ്റ് വൺസ്, ഇറ്റ് ആസ്ക് ഇൻ പാർട്സ്. ഇപ്പോൾ 10 രൂപേൻ്റെ ഷെയർ ആണെങ്കിൽ കമ്പനി ചിലപ്പോൾ 10 രൂപ ഒരുമിച്ചല്ല വാങ്ങുക, കമ്പനി അത് ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ടാണ് വാങ്ങുക. അപ്പോൾ അലോട്ട്മെൻറ്റ്, ആപ്ലിക്കേഷൻ, കോൾ, അങ്ങനെ പല ഇൻസ്റ്റാൾമെൻറ്റുകളുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് നോക്കാനായിട്ടുണ്ട്. കണക്കുകൾ വരുമ്പോൾ നമുക്ക് എന്താണ് അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാനുമുണ്ട്.
സോ കമ്പനി മേ നോട്ട് ആസ്ക് ഫോർ ദ ഫുൾ പേയ്മെൻറ്റ് അറ്റ് വൺസ്. ഒരു സമയത്ത് തന്നെ ഫുൾ പേയ്മെൻറ്റ് കമ്പനി ആസ്ക് ചെയ്യില്ല. ദ എമൗണ്ട് ആസ്ക്ഡ് ഫ്രം സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ഇസ് കോൾഡ് ക്യാപിറ്റൽ. അതായത് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിന് എത്രയാണോ കമ്പനി ആവശ്യപ്പെടുന്നത്, 10 രൂപയാണെങ്കിൽ ചിലപ്പോൾ 3 രൂപയായിരിക്കും ആദ്യം ആവശ്യപ്പെടുക. അപ്പോൾ അതാണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ. അത് കഴിഞ്ഞാൽ അടുത്തൊരു 3 ആവശ്യപ്പെടും. അപ്പോൾ 6 രൂപയായി കോൾഡ് അപ്പ്. ഇഫ് ദ ഷെയർ ഹോൾഡേഴ്സ് ആർ ആസ്ക്ഡ് ടു പേ 5 ഔട്ട് ഓഫ് 10 rupees per share, കോൾഡ് അപ്പ് ക്യാപിറ്റൽ ഇസ് 5. 10 രൂപേൻ്റെ ഷെയറിൽ ആദ്യം 5 രൂപയാണ് കമ്പനി ആവശ്യപ്പെട്ടത്. ബാക്കി 5 എന്താണ് ഓരോ ഷെയർ ഹോൾഡറിൻ്റെ കയ്യിൽ നിന്നും അടുത്ത പ്രാവശ്യം ആവശ്യപ്പെടും. അപ്പോൾ ഇപ്പം നിലവിൽ എന്താണോ ആവശ്യപ്പെട്ടിരിക്കുന്ന എമൗണ്ട് അതാണ് എന്ത് കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി കോൾഡ് അപ്പ് കഴിഞ്ഞാൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റലാണ്. അപ്പോൾ പെയ്ഡ് അപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ദ ആക്ച്വൽ എമൗണ്ട് പെയ്ഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ്. ഇനി കോൾ ചെയ്ത് കഴിഞ്ഞാലും ചില ആൾക്കാർക്ക് അടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അങ്ങനെ വരുമ്പോൾ എന്ത് വരും എന്ന് വെച്ചാൽ കോൾസ് ഇൻ അരിയേഴ്സ് വരും. അപ്പോൾ അതിൻ്റെ പേരാണ് ഇഫ് സമ്മൺ ഡസൻ പേ ദാറ്റ് പാർട്ട് ഇസ് കോൾഡ് കോൾസ് ഇൻ അരിയേഴ്സ്. സോ ദ ആക്ച്വൽ എമൗണ്ട് പെയ്ഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫ്രം ദ കോൾഡ് അപ്പ് ക്യാപിറ്റൽ is called paid up capital. If a shareholder pays 4 out of 5 called, the 4 is paid up and 1 is calls in arrear. അതായത് 5 രൂപ കോൾഡ് അപ്പ് ചെയ്തിട്ടുണ്ട്, ഒരു ഷെയർ ഹോൾഡർ 4 രൂപ അടച്ചിട്ടുള്ളൂ, 1 രൂപ എന്താണ് അപ്പോൾ കോൾസ് ഇൻ അരിയേഴ്സ് ആണ്, അത് അടയ്ക്കാനുണ്ട് എന്നുള്ളതാണ്. പിന്നെ അവസാനത്താണ് റിസർവ് ക്യാപിറ്റൽ. ഇത് ഒരുപാട് വട്ടം നമ്മുടെ അടുത്ത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന നിങ്ങളുടെ പ്രീവിയസ് ബാച്ചിന്, അതായത് CBCUCSS അല്ലേ, അല്ല CBCSS ആ ബാച്ച് ഉണ്ട്, 2019-25 ബാച്ച്. അപ്പോൾ അവർക്ക് നിങ്ങൾ FIUGP അല്ലേ, അപ്പോൾ നിങ്ങൾക്കും എന്താണ് യൂണിവേഴ്സിറ്റീൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അധികം 2 മാർക്കിന് കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഈ റിസർവ് ക്യാപിറ്റൽ. അപ്പോൾ റിസർവ് ക്യാപിറ്റൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട് ഓഫ് അൺകോൾഡ് ക്യാപിറ്റലാണ്. കോൾഡ് അപ്പ് എന്താണ്, നമ്മൾ കമ്പനി ചിലത് ഫുള്ളായിട്ട് വിളിച്ചെടുക്കില്ല, കമ്പനി വൈൻഡ് അപ്പ് ചെയ്യണ നേരത്തെ കമ്പനി ബാക്കി വിളിച്ചെടുക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്താണ് കമ്പനി ഇപ്പോൾ ഒരു 10 രൂപേൻ്റെ ഷെയറിൽ ചിലപ്പോൾ 1 രൂപ കമ്പനി വിളിക്കാതെ മാറ്റി വെക്കും. കാര്യം അവസാനം കമ്പനി എന്താണ് അടച്ചു പൂട്ടുന്നൊക്കെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ കമ്പനിക്ക് ക്രെഡിറ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കാൻ, അപ്പോൾ ആ പൈസ കിട്ടിയ ക്രെഡിറ്റേഴ്സിനൊക്കെ വീട്ടാലോ, അതിന് വേണ്ടി കമ്പനി മാറ്റി വെക്കുന്ന ഒരു ക്യാപിറ്റലാണ് എന്ത് റിസർവ് ക്യാപിറ്റൽ. എക്സാമ്പിൾ കമ്പനി കീപ്സ് 2 lakhs ഓഫ് അൺകോൾഡ് ക്യാപിറ്റൽ to be used only if company closes. Corporate accounting topic summary based on Companies Act 2013 definition by Lord Justice Sene. അപ്പോൾ അത് പ്രകാരമുള്ളൊരു എക്സാമ്പിളാണിത്. അപ്പോൾ ഇത് മാത്രം ഈ 2 എന്താണ് കാര്യങ്ങൾ മാത്രം എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എഴുതിയാൽ മതി. ഇപ്പോൾ ഇതൊക്കെയാണ് എന്ത് ടൈപ്സ് ഓഫ് ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ ടേംസ് ആർ ക്രൂഷ്യൽ ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഹൗ കമ്പനീസ് റേസ് ആൻഡ് മാനേജ് ഫണ്ട്സ്. ദെൻ അടുത്തതാണ് റിസർവ് ക്യാപിറ്റലും അതുകൂടാതെ ക്യാപിറ്റൽ റിസർവ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. അപ്പോൾ എന്താണ് ഈ റിസർവ് ക്യാപിറ്റൽ, എന്താണ് ക്യാപിറ്റൽ റിസർവ്, ഇത് രണ്ടും 2 സംഗതികളാണ്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടും എന്താണ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ റിസർവ് ക്യാപിറ്റൽ വേഴ്സസ് ക്യാപിറ്റൽ റിസർവ്. അപ്പോൾ ഇതിൻ്റെ ബേസിസ് ഓഫ് ക്രിയേഷൻ നോക്കുകയാണെങ്കിൽ റിസർവ് ക്യാപിറ്റൽ ഈസ് ക്രിയേറ്റഡ് ഫ്രം അൺകോൾഡ് ക്യാപിറ്റൽ വിച്ച് ഇസ് പാർട്ട് ഓഫ് ദ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ നോട്ട് യെറ്റ് കോൾഡ് ബൈ ദ കമ്പനി. അതായത് നമ്മുടെ സബ്സ്ക്രൈബ്ഡ് ആയിട്ടുള്ള ക്യാപിറ്റലിന് ഇതുവരെ വിളിച്ചെടുക്കാത്ത ക്യാപിറ്റലാണ്, അൺകോൾഡ് ക്യാപിറ്റലാണ് എന്ത് റിസർവ് ക്യാപിറ്റൽ. അതായത് നമ്മളിപ്പോൾ ഒരു എന്താണ് 10 രൂപേൻ്റെ ഷെയർ എല്ലാവരും വാങ്ങിയിട്ടുണ്ട്, അതിൽ നമ്മൾ ഒരു 5 രൂപ വരെ വിളിച്ചിട്ടുള്ളൂ, ബാക്കി 5 രൂപ ഇനിയും വിളിക്കാണ്ട്. അപ്പോൾ അത് നമ്മൾ മാറ്റി വെക്കുകയാണ്. നമ്മളെ കമ്പനി അടച്ചു പൂട്ടുന്ന നേരത്തൊക്കെ എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ നമ്മൾ അതിനായിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ അത് റിസർവ് ക്യാപിറ്റലാണ്. അതിൻ്റെ ബേസിസിലാണ് റിസർവ് ക്യാപിറ്റൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ക്യാപിറ്റൽ റിസർവ് എന്താണ്, അത് ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്നാണ് നമ്മൾ എന്താണ് മാറ്റി വെക്കുക. ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്താണെന്ന് വെച്ചാൽ എന്താണ് അബ്നോർമൽ പ്രോഫിറ്റാണ്. നമുക്ക് എപ്പോഴും എന്താണ് ഉണ്ടാകുന്ന നോർമൽ പ്രോഫിറ്റ് ഉണ്ട്, കമ്പനീൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ്. ഇപ്പോൾ കമ്പനി ട്രേഡിങ്ങോ അല്ലെങ്കിൽ മാനുഫാക്ചറിങ്ങോ ഒക്കെ ചെയ്യുന്ന കമ്പനി ആണെങ്കിൽ അവർക്ക് ഡേ ടു ഡേ കിട്ടുന്ന പ്രോഫിറ്റിനാണ് എന്ത് പറയാം ഈ പറയുന്ന നോർമൽ പ്രോഫിറ്റ്, അല്ലെങ്കിൽ അതിനെ റവന്യൂ പ്രോഫിറ്റ് എന്ന് പറയും. അത് അല്ലാതെ കമ്പനി പെട്ടെന്നൊരു അസറ്റ് വിറ്റു, അതിന് നല്ല വില കിട്ടി, അത് വാങ്ങിയതിനെക്കാട്ടിലും ജാസ്തി വില കിട്ടുകയാണെങ്കിൽ ദാറ്റ് ഈസ് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. അത് കമ്പനീൻ്റെ നോർമൽ ബിസിനസ്സിൽ കമ്പനിക്ക് കിട്ടുന്ന ഒരു പ്രോഫിറ്റ് അല്ല. അപ്പോൾ അത്തരം അബ്നോർമൽ പ്രോഫിറ്റിനെയാണ് ക്യാപിറ്റൽ റിസർവ്, അതിലേക്കാണ് ക്യാപിറ്റൽ റിസർവിലേക്ക് മാറ്റാം. ഓക്കെ, ഇനി ഡിസ്ക്ലോഷർ ഇൻ ബാലൻസ് ഷീറ്റ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് റിസർവ് ക്യാപിറ്റലും അതുപോലെ ക്യാപിറ്റൽ റിസർവും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളതാണ്. റിസർവ് ക്യാപിറ്റൽ ഇസ് നോട്ട് ഷോൺ ഡയറക്ട്ലി ഇൻ ദ ബാലൻസ് ഷീറ്റ്. റിസർവ് ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റിൽ കാണിക്കില്ല. ഇറ്റ് മേ ബി മെൻഷൻഡ് ആസ് എ ഫുട് നോട്ട്, അതായത് ബാലൻസ് ഷീറ്റിൻ്റെ നോട്ട് ഉണ്ടാവുമല്ലോ ആ സെക്ഷനിലാണ് റിസർവ് ക്യാപിറ്റൽ കാണിക്കില്ല, ഡയറക്റ്റായിട്ട് ബാലൻസ് ഷീറ്റിൽ കാണിക്കില്ല. ബട്ട് ക്യാപിറ്റൽ റിസർവ് ഇസ് ഷോൺ ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ് അണ്ടർ ദ ഹെഡ് റിസർവ് ആൻഡ് സർപ്ലസ്.
ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ റിസർവ് ആൻഡ് സർപ്ലസിൻ്റെ അണ്ടറിലാണ് ക്യാപിറ്റൽ റിസർവ് കാണിക്കുക എന്നുള്ളത്. ഇനി ടൈം ഓഫ് യൂസ് ആണ്. റിസർവ് ക്യാപിറ്റൽ ക്യാൻ ബി യൂസ്ഡ് ഓൺലി അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി. കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന നേരത്താണ് റിസർവ് ക്യാപിറ്റൽ യൂസ് ചെയ്യുക. ക്യാപിറ്റൽ റിസർവ് ക്യാൻ ബി യൂസ് ഡ്യൂറിങ് ദ ലൈഫ് ടൈം ഓഫ് ദ കമ്പനി. ക്യാപിറ്റൽ റിസർവ് എന്നാണ് കമ്പനിയുടെ ലൈഫ് ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളതാണ്. ഇനി യൂസേജ് ഓഫ് റൈറ്റിംഗ് ഓഫ് ലോസസ് ആണ്. അപ്പോൾ ലോസ് റൈറ്റ് ഓഫ് ചെയ്യാൻ എന്താണ്, റിസർവ് ക്യാപിറ്റൽ കനോട്ട് ബി യൂസ്ഡ് ടു റൈറ്റ് ഓഫ് ക്യാപിറ്റൽ ലോസ്. ക്യാപിറ്റൽ ലോസ് റൈറ്റ് ഓഫ് ചെയ്യാൻ റിസർവ് ക്യാപിറ്റൽ യൂസ് ചെയ്യാൻ സാധിക്കില്ല. ബട്ട് ക്യാപിറ്റൽ റിസർവ് ക്യാൻ ബി യൂസ്ഡ് ടു റൈറ്റ് ഓഫ് ക്യാപിറ്റൽ ലോസ്. ക്യാപിറ്റൽ ലോസ് എന്നാണ് റൈറ്റ് ഓഫ് ചെയ്യാൻ ക്യാപിറ്റൽ റിസർവ് യൂസ് ചെയ്യാം, പക്ഷേ റിസർവ് ക്യാപിറ്റൽ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ രണ്ട് വേർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്യുന്നതാണ്. അപ്പോൾ രണ്ടും എന്താണ്, എൻറ്റയർലി ഡിഫറെൻറ്റ് മീനിങ് തന്നെയാണ് വരുന്നത്. ഇനി ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ്. ക്യാപിറ്റൽ റിസർവ് ക്യാപിറ്റൽ കനോട്ട് ബി യൂസ്ഡ് ടു ഇഷ്യൂ ബോണസ് ഷെയർ. റിസർവ് ക്യാപിറ്റൽ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ യൂസ് ചെയ്യില്ല. ബട്ട് ക്യാപിറ്റൽ റിസർവ് എക്സ്ക്ലൂഡിങ് ഐറ്റംസ് ലൈക്ക് റീവാലുവേഷൻ റിസർവ് ക്യാൻ ബി യൂസ് ടു ഇഷ്യൂ ബോണസ് ഷെയർ. അതായത് റീവാലുവേഷൻ റിസർവ് ഒക്കെ ക്യാപിറ്റൽ റിസർവിന് അണ്ടറിൽ വരുന്നതാണ്. അത് ഒന്നും നമുക്ക് ബോണസ് അല്ലെങ്കിൽ ഷെയർ ഇഷ്യൂ ചെയ്യാൻ യൂസ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ മറ്റ് ക്യാപിറ്റൽ റിസർവുകളൊക്കെ എന്താണ്, നമുക്ക് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാൻ യൂസ് ചെയ്യാം. എക്സാമ്പിൾ, ഇഫ് എ കമ്പനി സെൽസ് എ ലാൻഡ് ആൻഡ് മേക്സ് 2 lakh പ്രോഫിറ്റ് ആൻഡ് ഗോസ് ടു ക്യാപിറ്റൽ റിസർവ്, ഇഫ് ദ 5 lakh ക്യാപിറ്റൽ ഇസ് അൺകോൾഡ്, ഇറ്റ് ക്യാൻ ബി റിസർവ് ക്യാപിറ്റൽ. അപ്പോൾ 5 ലക്ഷം അൺകോൾഡ് ആണെങ്കിൽ അത് റിസർവ് ക്യാപിറ്റലാണ്. ഒരു സ്ഥലം വിറ്റിട്ട് പെട്ടെന്ന് 2 ലക്ഷത്തിൻ്റെ പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ, അത് കമ്പനിയുടെ നോർമൽ ബിസിനസ് അല്ലെങ്കിൽ സ്ഥലക്കച്ചവടമാണ് നോർമൽ ബിസിനസ് എങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ എന്താണ്, നോർമൽ ബിസിനസ് അല്ലാതെ ഒരു അസറ്റൊക്കെ വിറ്റിട്ട് പെട്ടെന്ന് പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ അത് ക്യാപിറ്റൽ റിസർവ് ആണ്. കമ്പനി ഒരു 5 ലക്ഷം അൺകോൾഡ് ആണെങ്കിൽ എന്താണ്, അത് റിസർവ് ക്യാപിറ്റലുമാണ്. പിന്നെ മീനിങ് ആൻഡ് ടൈപ്സ് ഓഫ് ഷെയർ ആണ്. നമ്മൾ നേരത്തെ ഷെയർ ക്യാപിറ്റലിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് അല്ലെങ്കിൽ കാറ്റഗറീസ് കണ്ടു. ഓതറൈസ്ഡ് എന്താണ്, അതേപോലെ പെയ്ഡപ്പ്, കോൾഡപ്പ് ഒക്കെ കണ്ടു, അൺകോൾഡ് ഒക്കെ കണ്ടു. ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഷെയറുകൾ. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ്. അതിൽ ആദ്യം മീനിങ് ഓഫ് ഷെയർ ആണ്. ഷെയർ ഇസ് ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ക്യാപിറ്റൽ ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ ഏറ്റവും ചെറിയ യൂണിറ്റാണ്. അങ്ങനെ ഒരുപാട് ഷെയറുകൾ കൂടിയിട്ടാണ് ഒരു കമ്പനിക്ക് മൊത്തം എന്തുണ്ടാകുന്നത്, ഷെയർ ക്യാപിറ്റൽ ഉണ്ടാകുന്നത്. ക്യാപിറ്റൽ ഇസ് ഡിവൈഡഡ് ഇൻ ടു ഷെയർ. As per Section 2, Subsection 84 of the Companies Act 2013, share means a share in the share capital of a company and includes stock. ഷെയർ എന്ന് വെച്ചാൽ ഒരു കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലിൽ ഭാഗമായ ഒരു സാധനമാണ്. അതിനെ സ്റ്റോക്കായിട്ടും പരിഗണിക്കാറുണ്ട്. If a company has 5 lakhs capital divided into 50,000 unit of rupees 10 each unit a share. അതായത് ഒരു കമ്പനിക്ക് 5 ലക്ഷം ഷെയർ ഉണ്ടെങ്കിൽ 50,000 യൂണിറ്റ്, ഒരു 10 രൂപേൻ്റെ 50,000 ഷെയറുകൾ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. ഈ ഒരു 10 രൂപേൻ്റെ സാധനത്തെയാണ് ഷെയർ എന്ന് വിളിക്കുക. ഇനി ഷെയറിൻ്റെ സാലിയൻറ്റ് ഫീച്ചേഴ്സാണ്. സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഷെയർ. ഷെയർ ഇസ് ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് എ കമ്പനീസ് ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ. എ ഷെയർ റെപ്രസെൻറ്റ് ഓണർഷിപ്പ് ഓഫ് ദ കമ്പനി. ഷെയർ എന്നാണ് ഒരു കമ്പനിയുടെ ഓണർഷിപ്പിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഈച്ച് ഷെയർ ഹാസ് എ ഡിസ്റ്റിങ്റ്റീവ് നമ്പർ. ഓരോ ഷെയറിനൊന്നുണ്ട് ഒരു ഡിസ്റ്റിങ്റ്റീവ് നമ്പർ ഉണ്ട്. എ ഷെയർ ഇസ് എ മൂവബിൾ പ്രോപ്പർട്ടി. ഷെയർ എന്ന് വെച്ചാൽ ഒരു മൂവബിൾ പ്രോപ്പർട്ടിയാണ്, നമുക്ക് ആർക്ക് വേണമെങ്കിൽ അത് വിൽക്കാം. മീനിങ് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ്. എവരി ഷെയർ ആസ് എ മോണിറ്ററി വാല്യൂ. എല്ലാ ഷെയറിനും ഒരു മോണിറ്ററി വാല്യൂ ഉണ്ട്. അതിൻ്റെ പേരാണ് ഫേസ് വാല്യൂ എന്ന് വെച്ചാൽ. അപ്പോൾ ഇതൊക്കെയാണ് ഷെയറിൻ്റെ സാലിയൻറ്റ് ഫീച്ചേഴ്സായിട്ട് പറയുന്നത്. ഇനി ടൈപ്സ് ഓഫ് ഷെയർ ആണ്. അപ്പോൾ അതിൽ എ കമ്പനി ക്യാൻ ഇഷ്യൂ 2 മെയിൻ ടൈപ്സ് ഓഫ് ഷെയർ, പ്രിഫറൻസ് ഷെയർ ആൻഡ് ഇക്വിറ്റി ഷെയർ. 2 തരം ഷെയർ ആണ് ഒരു കമ്പനിക്ക് ഇഷ്യൂ ചെയ്യാൻ സാധിക്കുക. ഒന്ന് പ്രിഫറൻസ് ഷെയറും ഒന്ന് ഇക്വിറ്റി ഷെയറും. അപ്പോൾ അതിൽ ആദ്യം പ്രിഫറൻസ് ഷെയർ നോക്കാം നമുക്ക്. These shares get priority in dividend payment and return of capital during winding up. അതായത് ഈ ഒരു കമ്പനിക്ക് ഈ ടൈപ്പ് ഷെയറിന്, പ്രിഫറൻസ് ഷെയറുകൾക്ക് അവർക്ക് ഡിവിഡൻഡ് കൊടുക്കണ നേരത്തെ ഒരു പ്രയോറിറ്റി കിട്ടും. അതുകൊണ്ടാണ് പ്രിഫറൻസ് എന്ന് പറയുന്നത്. പ്രിഫറൻസ് ഷെയറാണ്. അതുപോലെ കമ്പനി അടച്ചുപൂട്ടുന്ന നേരത്തെ അവരുടെ പൈസയാണ്, അവർ ഇട്ട ക്യാപിറ്റലാണ്, ഷെയറിൻ്റെ പൈസ തുകയാണ് ആദ്യം തിരിച്ചു കൊടുക്കുക. ദേ ഗെറ്റ് എ ഫിക്സഡ് ഡിവിഡൻഡ് ആൻഡ് നോ വോട്ടിംഗ് റൈറ്റ്. അവർക്കൊരു ഫിക്സഡ് ഡിവിഡൻഡ് കിട്ടും എന്നാണ്, പക്ഷേ വോട്ടിംഗ് റൈറ്റ് ഉണ്ടാവില്ല. ഇനി ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർ ആണ് നമുക്ക് നോക്കാനുള്ളത്. ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയറിൽ ക്യുമുലേറ്റീവ് ഇത് റിപ്പീറ്റഡ് ആയിട്ട് അധികം ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർ. അപ്പോൾ അതിൽ ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ ഉണ്ട്. അപ്പോൾ ക്യുമുലേറ്റീവ് എന്താണ്, അൺപെയ്ഡ് ഡിവിഡൻഡ് ആർ ക്യാരിഡ് ഫോർവേഡ് ആൻഡ് പെയ്ഡ് ലേറ്റർ. ഇഫ് എ കമ്പനി സ്കിപ്സ് ഡിവിഡൻഡ് ഇൻ 2024 ഇറ്റ് വിൽ ബി പെയ്ഡ് ഇൻ 2025. അപ്പോൾ ഈ ഡിവിഡൻഡ് കൊടുക്കുന്നത് ഒരു വർഷം കൊടുത്തിട്ടില്ലെങ്കിൽ അടുത്ത വർഷം അതും കൂടി ചേർത്തിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ക്യുമുലേറ്റ് ചെയ്യും ഡിവിഡൻഡ് എന്ന് വെച്ചാൽ പ്രോഫിറ്റിൻ്റെ ഓഹരിയാണ്, അതായത് കിട്ടുന്ന ലാഭത്തിൻ്റെ ഓഹരി. അപ്പോൾ എല്ലാ കൊല്ലവും ഡിവിഡൻഡ് കൊടുക്കണം കമ്പനി. അപ്പോൾ കൊടുക്കാതെ വരികയാണെങ്കിൽ അത് അടുത്ത കൊല്ലം അത് കൊടുക്കണം എന്നുള്ളതാണ്. ക്യുമുലേറ്റ് എന്ന് വെച്ചാൽ അടിഞ്ഞു കൂടിയിട്ട് കൂടുതൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ഡിവിഡൻഡ് അടുത്ത വർഷങ്ങളിൽ കൊടുക്കേണ്ടി വരും.
നോൺ ക്യൂമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർ എന്താണെന്ന് വെച്ചാൽ അൺപെയ്ഡ് ഡിവിഡൻഡ് ആർ നോട്ട് ക്യാരിഡ് ഫോർവേഡ്. ഡിവിഡൻഡ് കൊടുത്തിട്ടില്ലെങ്കിൽ അടുത്ത കൊല്ലത്തേക്ക് അത് ക്യാരി ഫോർവേഡ് ചെയ്യില്ല, അടുത്ത കൊല്ലമുള്ള പ്രോഫിറ്റ് മാത്രമേ കൊടുക്കുള്ളൂ. ഇനി പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ ആണ്. അപ്പോൾ ഈ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയറിൽ ഷെയർ ഹോൾഡേഴ്സ് ഗെറ്റ് എക്സ്ട്രാ ഷെയർ ഇൻ പ്രോഫിറ്റ് ആണ്. ഷെയർ ഹോൾഡേഴ്സിൽ നിന്നാണ് പ്രോഫിറ്റിൻ്റെ ഒരു എക്സ്ട്രാ ഷെയർ കിട്ടും എന്നുള്ളതാണ് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയറിൻ്റെ പ്രത്യേകത. ആഫ്റ്റർ ഇക്വിറ്റി ഡിവിഡൻഡ് ആർ പെയ്ഡ്. ഇനി നോൺ പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർ ആണ്. ഡു നോട്ട് ഗെറ്റ് എനി എക്സ്ട്രാ ഡിവിഡൻഡ്. ഇവർക്ക് എന്താണ് ഒരു എക്സ്ട്രാ ഡിവിഡൻഡ് ഒന്നും കിട്ടില്ല എന്നുള്ളതാണ്. ഇനി റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ആണ്. റീപെയ്ഡ് ആഫ്റ്റർ എ സ്പെസിഫിക് പീരീഡ് വിത്തിൻ 20 years. 20 കൊല്ലത്തിനുള്ളിൽ നമ്മൾ എന്താണ് ഇട്ട പൈസ പ്രിഫറൻസ് ഷെയറിൽ ഇടുകയാണെങ്കിൽ ആ പൈസ തിരിച്ച് കിട്ടും എന്നുള്ളതാണ്. ഇനി ഇറിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ഉണ്ട്, പക്ഷേ ഇന്ത്യയിലില്ല. അതായത് ഒരു കാലത്തും റിഡീം ചെയ്യാത്ത, തിരിച്ച് പൈസ തരാത്ത ഷെയറുകളാണ് ഇറിഡീമബിൾ. റിഡീമബിൾ എന്ന് വെച്ചാൽ കമ്പനിയിൽ നമ്മളൊരു ഷെയർ വാങ്ങിക്കഴിഞ്ഞാൽ കമ്പനി പൈസ തിരിച്ചെന്ന് ഷെയർ കുറച്ച് കഴിഞ്ഞാൽ തിരിച്ച് വാങ്ങുന്നതാണ്. അപ്പോൾ അധികം ഇന്ത്യയിലുള്ള പ്രിഫറൻസ് ഷെയറുകളൊക്കെ റിഡീമബിൾ ആണ്. ഇറിഡീമബിൾ എന്ന് വെച്ചാൽ ഒരു കാലത്ത് ഇറിഡീമബിൾ ഇക്വിറ്റി ഷെയറുകളൊക്കെ എന്താണ് ഇന്ത്യയിൽ ഇറിഡീമബിൾ ആണ്. അത് തിരിച്ച് വാങ്ങില്ല കമ്പനി. നമുക്ക് വേറെ ആൾക്ക് മറിച്ച് വിൽക്കാന്നല്ലാതെ തിരിച്ച് വാങ്ങില്ല. സോ ഇൻ ഇന്ത്യ കമ്പനീസ് കനോട്ട് ഇഷ്യൂ ഇറിഡീമബിൾ പ്രിഫറൻസ് ഷെയർ. ഇനി കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർ ആണ്. അതായത് പ്രിഫറൻസ് ഷെയറുകളെ ഇക്വിറ്റി ഷെയറുകളായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർ. ഇനി ക്യുമുലേറ്റീവ് കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർ CCP ഷെയർ. ഇത് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഓക്കെ, അപ്പോൾ ക്യുമുലേറ്റീവ് കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയറുകൾ എന്താണെന്ന് വെച്ചാൽ കൺവേർട്ടിബിൾ ഇൻറ്റു ഇക്വിറ്റി ഷെയർ ഇൻ 3 to 5 years. 3 അല്ലെങ്കിൽ 5 കൊല്ലം കൊണ്ട് എന്താണ് ഈ പ്രിഫറൻസ് ഷെയറുകൾ ഇക്വിറ്റി ഷെയറുകളായിട്ട് കൺവേർട്ട് ചെയ്യും. എൻടൈറ്റിൽ ടു എറിയർ ഓഫ് ഡിവിഡൻഡ്. എക്സാമ്പിൾ 10% ഓഫ് ഫേസ് വാല്യൂ ഓഫ് ₹100. അതായത് മിനിമം ഒരു 10% ഡിവിഡൻഡ്. ഇപ്പോൾ നമ്മളൊരു 100 രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ ഒരു 10 രൂപയെങ്കിലും തരണം. അത് തന്നിട്ടില്ലെങ്കിൽ ക്യുമുലേറ്റ് ആവും. അടുത്ത കൊല്ലത്തേക്ക് അതും കൂടി ചേർത്ത് 20 രൂപ തരേണ്ടി വരും. ഓക്കെ, അത്തരം പ്രിഫറൻസ് ഷെയറുകളാണ് ക്യുമുലേറ്റീവ് കൺവേർട്ടിബിൾ പ്രിഫറൻസ് ഷെയർ CCP ഷെയർ. ചിലപ്പോൾ അത് 2 മാർക്കിന് പ്രത്യേകമായിട്ട് തന്നെ ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്ന് നോട്ട് ചെയ്യാം. ഇനി ഇക്വിറ്റി ഷെയർ എന്താണെന്ന് വെച്ചാൽ ഓർഡിനറി ഷെയർ ആണ്. നമ്മൾ ആദ്യം പ്രിഫറൻസ് ഷെയർ ആയിരുന്നു കണ്ടത് അല്ലേ. 2 types of shares are there. One is preference and other one is equity. അപ്പോൾ ഇക്വിറ്റി ഷെയർ എന്താണെന്ന് വെച്ചാൽ ആർ ഓർഡിനറി ഷെയർസ് ദാറ്റ് ഡു നോട്ട് ക്യാരി എനി പ്രിഫറൻസ് ഇൻ ഡിവിഡൻഡ് ഓർ ക്യാപിറ്റൽ റീപേയ്മെൻറ്റ്. ഒരു തരത്തിലുള്ള പ്രിഫറൻസും പരിഗണനയും കൊടുക്കാത്തതാണ് ഈ പറയുന്ന ഇക്വിറ്റി ഷെയർ. ഇതിന് ഡിവിഡൻഡ് ഫിക്സ്ഡ് അല്ല. ഇറ്റ് വേരീസ് ബേസ്ഡ് ഓൺ പ്രോഫിറ്റ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ വരിക. ചിലപ്പോൾ ഡിവിഡൻഡ് ഉണ്ടാവില്ല, ചിലപ്പോൾ ഉണ്ടാവും. ഇൻ കേസ് ഓഫ് വൈൻഡിങ് അപ്പ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആർ പെയ്ഡ് ലാസ്റ്റ്. വൈൻഡ് അപ്പ് ചെയ്യണ നേരത്തെ ഏറ്റവും അവസാനം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എന്ത് കിട്ടുള്ളൂ, അതിൽ നിക്ഷേപിച്ച തുക കിട്ടുള്ളൂ. പിന്നെ വരുന്നത് എന്താണ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എൻജോയ് ഫുൾ വോട്ടിംഗ് റൈറ്റ് എന്നാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എൻജോയ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ, ഇഫ് ദ കമ്പനി മേക്സ് മോർ പ്രോഫിറ്റ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഗെറ്റ് ഹയർ ഡിവിഡൻഡ്. കമ്പനി കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എന്താണ് ഹയർ ഡിവിഡൻഡ് കിട്ടും. ഇഫ് ലെസ് ദേ ഗെറ്റ് ലെസ് ഓർ നൺ. കുറഞ്ഞാണ് പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ കുറഞ്ഞ ഡിവിഡൻഡേ കിട്ടുള്ളൂ. ഇനി അണ്ടർസ്റ്റാൻഡിങ് ടൈപ്സ് ഓഫ് ഷെയർസ് ഹെൽപ്സ് ഇൻ മേക്കിംഗ് ബെറ്റർ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് അക്കൗണ്ടിങ് ഡിസിഷൻ. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ ഇക്വിറ്റി ഷെയർ ആൻഡ് പ്രിഫറൻസ് ഷെയർ ആണ്. ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. സോ അത് നോക്കിക്കഴിഞ്ഞാൽ നേച്ചർ ഓഫ് സെക്യൂരിറ്റി നോക്കിയാൽ ഇക്വിറ്റി ഷെയർ എന്താണെന്ന് വെച്ചാൽ ഓണർഷിപ്പ് സെക്യൂരിറ്റിയാണ്. റെപ്രസെൻറ്റിംഗ് ദ ഓണർഷിപ്പ് ഓഫ് ദ കമ്പനി. നമ്മളൊരു ഇക്വിറ്റി ഷെയർ വാങ്ങിക്കഴിഞ്ഞാൽ കമ്പനീൻ്റെ ഓണേഴ്സായി എന്നുള്ളതാണ്. ഇനി പ്രിഫറൻസ് ഷെയർ ആർ ഹൈബ്രിഡ് സെക്യൂരിറ്റി. പ്രിഫറൻസ് ഷെയർ ഹൈബ്രിഡ് ആണ്. അത് വെറും എന്താണ് ഡെപ്റ്റ് മാത്രമല്ല, ഇക്വിറ്റി ആൻഡ് ഡെപ്റ്റിൻ്റെ ഒരു സ്വഭാവമുണ്ട്. അതിന് ഓണർഷിപ്പിൻ്റെ സ്വഭാവമുണ്ട്. ഒരു കടം കൊടുത്ത പോലെയാണ്, പക്ഷെ എന്താണ് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ കമ്പനീൻ്റെ ഓണേഴ്സും കൂടിയാണ്. സോ ദേ ആർ ഹൈബ്രിഡ് സെക്യൂരിറ്റീസ്. ഇനി ഡിവിഡൻഡ് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഇക്വിറ്റി ഷെയർ ഡിവിഡൻഡ് ഫിക്സ്ഡ് അല്ല, ഡിപ്പെൻഡ് ഓൺ പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് എത്ര വരുന്നോ അതിനനുസരിച്ചിട്ടാണ് ഇക്വിറ്റി ഷെയറിൻ്റെ ഡിവിഡൻഡ് കിട്ടുക. പക്ഷേ പ്രിഫറൻസ് ഷെയറിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഡിവിഡൻഡ് ഈസ് ഫിക്സ്ഡ് ആൻഡ് പെയ്ഡ് റെഗുലർലി. പ്രിഫറൻസ് ഷെയർ നോക്കുകയാണെങ്കിൽ എന്താണ് ഡിവിഡൻഡ് ഫിക്സ്ഡ് ആണ്, റെഗുലറായിട്ട് പേയ്മെൻറ്റ് ഉണ്ട്. പ്രയോറിറ്റി ഓഫ് ഡിവിഡൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ആഫ്റ്റർ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. അപ്പം പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പൈസ കിട്ടിയതിന് ശേഷമേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുള്ളൂ. ഇനി പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ബിഫോർ ഇക്വിറ്റി ഷെയർ. ഇനി ക്യാപിറ്റൽ റീപേയ്മെൻറ്റ് എന്താണ്, ക്യാപിറ്റൽ ഈസ് റീപെയ്ഡ് ഓൺലി അറ്റ് ദ ടൈം ഓഫ് വൈൻഡിങ് അപ്പ്. ക്യാപിറ്റൽ എപ്പോഴും വൈൻഡ് അപ്പ് ചെയ്ത നേരത്തെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുള്ളൂ, അത് ഏറ്റവും അവസാനമാണ് കിട്ടുക. പ്രിഫറൻസ് ഷെയറിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ ഈസ് റീപെയ്ഡ് ആഫ്റ്റർ എ ഫിക്സഡ് പീരീഡ്. ഒരു ഫിക്സഡ് പീരീഡ് കഴിഞ്ഞാൽ ക്യാപിറ്റൽ കിട്ടും. മാക്സിമം 20 കൊല്ലം വരെ പ്രിഫറൻസ് ഷെയർ കമ്പനി ഇഷ്യൂ ചെയ്യുള്ളൂ, അത് കഴിഞ്ഞാൽ തിരിച്ചു വാങ്ങും. പിന്നീട് എന്താണ് വോട്ടിംഗ് റൈറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ഹാവ് എന്താണ് ഫുൾ വോട്ടിംഗ് റൈറ്റ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഫുൾ വോട്ടിംഗ് റൈറ്റ് ഉണ്ട് എന്നുള്ളതാണ്.
പ്രിഫറൻസ് ഷെയർ ജനറലി ഡു നോട്ട് ഹാവ് വോട്ടിംഗ് റൈറ്റ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എന്തുണ്ടാവില്ല, വോട്ടിംഗ് റൈറ്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇനി നോമിനൽ വാല്യൂ നോക്കിയാൽ ഇക്വിറ്റി ഷെയർസ് യൂഷ്വലി ഹാവ് ലോവർ ഫേസ് വാല്യൂ. കുറഞ്ഞ വില ഇക്വിറ്റി ഷെയറിന് ഉണ്ടാവുള്ളൂ. പ്രിഫറൻസ് ഷെയർ യൂഷ്വലി ഹാവ് ഹയർ ഫേസ് വാല്യൂ. പ്രിഫറൻസ് ഷെയറിന് എപ്പോഴും എന്താണ്, ഹൈ ഫേസ് വാല്യൂ ഉണ്ടാവും എന്നുള്ളതാണ്. ഇനി സ്വെറ്റ് ഇക്വിറ്റി ഷെയർ, അതും നമ്മൾക്ക് എന്താണ് ഇതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അതും തനിച്ച് തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് ആർ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂഡ് ടു എംപ്ലോയീസ് ഓർ ഡയറക്ടേഴ്സ്. അപ്പോൾ എംപ്ലോയീസിനും ഡയറക്ടേഴ്സിനും പ്രത്യേകമായിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഷെയറുകളാണ് സ്വെറ്റ് ഇക്വിറ്റി. അതൊരു ഡിസ്കൗണ്ട് അല്ലെങ്കിൽ നോൺ ക്യാഷ് കൺസിഡറേഷൻ, വെറുതെ കൊടുക്കുക അല്ലെങ്കിൽ ഡിസ്കൗണ്ട് കൊടുക്കുക. ആർക്ക് കൊടുക്കുക, എംപ്ലോയീസിന്, ഡയറക്ടേഴ്സ്. അത് പ്രത്യേകമായിട്ട് നമ്മുടെ ആൻസറിൽ മെൻഷൻ ചെയ്യണം. സോ സ്വെറ്റ്, അപ്പോൾ സ്വെറ്റ് എന്ന് പറയുമ്പോൾ പണിയെടുക്കാനുള്ള സെറ്റ് വരെ, അപ്പോൾ കമ്പനിക്ക് വേണ്ടി പണിയെടുക്കുന്ന ആൾക്കാരാണ് എംപ്ലോയീസ്, അതേപോലെ ഡയറക്ടേഴ്സ്. അവർക്ക് ആ ഒരു ജോലിക്ക് കൊടുക്കുന്ന ഒരു ഒരു ബോണസോ കമ്മീഷനോ ഒക്കെ പോലെ നമ്മൾ കൊടുക്കുന്ന ഒരു കാര്യമാണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർ. ഒന്നുകിൽ ഡിസ്കൗണ്ടിന് കൊടുക്കും, അല്ലെങ്കിൽ ക്യാഷിനല്ലാതെ നോൺ ക്യാഷ് കൺസിഡറേഷന് കൊടുക്കും. ദേ ആർ ഇഷ്യൂഡ് ഫോർ പ്രൊവൈഡിങ് നോ ഹൗ, അതായത് എന്തെങ്കിലും പുതിയ ടെക്നോളജി ഒക്കെ കമ്പനിക്ക് കൊണ്ടുവരാണെങ്കിൽ, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് കൊണ്ടുവരാണെങ്കിൽ, പുതിയ എന്തെങ്കിലും കണ്ടുപിടുത്തങ്ങൾ കൊണ്ടുവരാണെങ്കിൽ കമ്പനിക്ക് വേണ്ടിയിട്ട്, ഓർ വാല്യൂ എഡീഷൻ ടു കമ്പനീൻ്റെ വാല്യൂ വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയാണെങ്കിൽ. ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഓർഡിനൻസ് ഓൺ 9th January 1999. ഒരു ഓർഡിനൻസ് പ്രകാരം അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ടു റിവാർഡ് എംപ്ലോയീസ് ആൻഡ് റിറ്റെയിൻ ടാലൻറ്റ്. ഇതാണ് ഒരു എംപ്ലോയീസിന് റിവാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എക്സാമ്പിൾ, എ കമ്പനി മേ ഇഷ്യൂ സ്വെറ്റ് ഇക്വിറ്റി. കമ്പനി സ്വെറ്റ് ഇക്വിറ്റി ഇഷ്യൂ ചെയ്യും ടു എ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ഹു ക്രിയേറ്റഡ് എ പ്രൊപ്രൈറ്ററി ആപ്പ്. അതൊരു പ്രൊപ്രൈറ്ററി ആപ്പ് ഒരാൾ ഉണ്ടാക്കുകയാണെങ്കിൽ അയക്കുന്നതാണ്. ഒരു കമ്പനിക്ക് വേണ്ടി ഒരു എംപ്ലോയി അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ അയക്ക് ഇൻസ്റ്റെഡ് ഓഫ് പേയിങ് ഇൻ ക്യാഷ്, കമ്പനി മേ ഇഷ്യൂ സ്വെറ്റ് ഇക്വിറ്റി. സോ സ്വെറ്റ് ഇക്വിറ്റി ഹെൽപ്സ് കമ്പനീസ് റിവാർഡ് ഇന്നോവേഷൻ കമ്മിറ്റ്മെൻറ്റ് വിത്തൗട്ട് എഫക്റ്റിംഗ് ക്യാഷ് ഫ്ലോ. ഇനി നമുക്ക് നോക്കാനുള്ളത് സ്റ്റോക്ക് എന്താണ് എന്നുള്ളതാണ്. സ്റ്റോക്ക് ഇസ് എ ബണ്ടിൽ ഓഫ് ഫുള്ളി പെയ്ഡ് ഷെയർസ്, നോട്ട് ഫിക്സ്ഡ് ഫേസ് വാല്യൂ, നോ ഫിക്സ്ഡ് ഫേസ് വാല്യൂ. ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയറിൻ്റെ ഒരു ബണ്ടിലാണ് സ്റ്റോക്ക് എന്ന് വെച്ചാൽ. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റോക്കായിട്ട് വാങ്ങാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു 10 ഷെയറിനൊക്കെ ഒരു സ്റ്റോക്കാണ് ഉണ്ടാവുക. അത് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർ ആയിരിക്കും. അത് മറിച്ച് വിൽക്കുക ചെയ്യുക ആൾക്കാർ. അതിനൊരു കൃത്യ ഫേസ് വാല്യൂ ഉണ്ടാവില്ല, ഓരോന്നിനും ഓരോ വിലയായിരിക്കും. ഇനി നമുക്ക് നോക്കാനുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റോക്ക് ആൻഡ് ഷെയർ ആണ്. സ്റ്റോക്കും ഷെയറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഷെയറിന് എന്തുണ്ട്, ഒരു ഫേസ് വാല്യൂ ഉണ്ട്. ബട്ട് സ്റ്റോക്ക് ഡസ് നോട്ട് ഹാവ് എ ഫേസ് വാല്യൂ. ഷെയർ മേ ബി പാർട്ട്ലി പെയ്ഡ്. ഷെയർ പാർട്ട്ലി പെയ്ഡ് ആയിരിക്കും, സ്റ്റോക്ക് എപ്പോഴും ഫുള്ളി പെയ്ഡ് ആയിരിക്കും. ഷെയർസ് ആർ ഇഷ്യൂ ഡയറക്റ്റ്ലി. ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് ഡയറക്റ്റ് ആയിട്ടായിരിക്കും. സ്റ്റോക്ക് അങ്ങനെയല്ല. ആദ്യം ഷെയർ ഇഷ്യൂ ചെയ്ത് അതിന് ബണ്ടിലാക്കിയിട്ട് സ്റ്റോക്കായിട്ട് ഇഷ്യൂ ചെയ്യുള്ളൂ. ഷെയർ ഹാവ് നമ്പേഴ്സ്. ഓരോ ഷെയറിന് ഒരു നമ്പർ ഉണ്ട്. സ്റ്റോക്കിന് അങ്ങനെ നമ്പേഴ്സ് ഉണ്ടാവില്ല. ഷെയർസ് ആർ നോട്ട് ട്രാൻസ്ഫേർഡ് ഇൻ പാർട്സ്. ഷെയർ ഇങ്ങനെ പാർട്ടായിട്ട് കൊടുക്കാൻ പറ്റില്ല. സ്റ്റോക്ക് വേണമെങ്കിൽ പകുതിക്കായിട്ട് കൊടുക്കാം. കാര്യം കുറേ ഷെയറിൻ്റെ ബണ്ടിലാണല്ലോ. എനി കമ്പനി ക്യാൻ ഇഷ്യൂ ഷെയർ. എല്ലാ കമ്പനിക്കും ഷെയർ ഇഷ്യൂ ചെയ്യാം. ഓൺലി ലിമിറ്റഡ് കമ്പനീസ് ക്യാൻ കൺവേർട്ട് ടു സ്റ്റോക്ക്. ലിമിറ്റഡ് കമ്പനിക്ക് മാത്രമേ സ്റ്റോക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. ഷെയർസ് ആർ ഓൾവേസ് രജിസ്റ്റേർഡ്. ഷെയറുകൾ എപ്പോഴും രജിസ്റ്റേർഡ് ആയിരിക്കും. സ്റ്റോക്സ് മേ നോട്ട് ബി. സ്റ്റോക്ക് രജിസ്റ്റേർഡ് ആയിരിക്കില്ല. ഇനി നോക്കാനുള്ളത് ഇഷ്യൂ ഓഫ് ഷെയർ ആണ്. അപ്പോൾ ഇഷ്യൂ ഓഫ് ഷെയർ എന്താണെന്നുള്ളതാണ്. ഇഷ്യൂ ഓഫ് ഷെയർ റെഫേഴ്സ് ടു ദ പ്രോസസ് ബൈ വിച്ച് എ കമ്പനി റേസസ് ക്യാപിറ്റൽ ബൈ ഓഫറിംഗ് ഇറ്റ്സ് ഷെയർസ് ടു ഇൻവെസ്റ്റേഴ്സ്. ഇഷ്യൂ ഓഫ് ഷെയർ എന്താണെന്ന് വെച്ചാൽ കമ്പനി അതിൻ്റെ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റേഴ്സിന് ഷെയർ ഓഫർ ചെയ്യുന്നതിൻ്റെ പേരാണ് ഇഷ്യൂ ഓഫ് ഷെയർ. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മെയിൻ മെത്തേഡ്സ് യൂസ്ഡ് ബൈ കമ്പനീസ് ടു കളക്ട് ഫണ്ട് ഫോർ ബിസിനസ് ഓപ്പറേഷൻ. ഇതാണ് കമ്പനി മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഫണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ബിസിനസ് ഓപ്പറേഷന് വേണ്ടി ഫണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടി കമ്പനി പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നൊരു മെത്തേഡാണ് ഈ ഷെയർ ഇഷ്യൂ ചെയ്ത് ഫണ്ട് ഉണ്ടാക്കുക എന്നുള്ളത്. എക്സ്പാൻഷന് വേണ്ടിയിട്ടും ഫിനാൻഷ്യൽ നീഡിനൊക്കെ വേണ്ടിയിട്ടും. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് ഇഷ്യൂ ആണ്. അപ്പോൾ ടൈപ്സ് ഓഫ് ഇഷ്യൂവിൽ 3 തരം വരുന്നത്. ഒന്ന് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് വരുന്നുണ്ട്. അത് നമ്മൾ ഡയറക്റ്റായിട്ട് റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്കിനെ കൊണ്ടൊക്കെ നമ്മൾ ഷെയർ വാങ്ങിപ്പിക്കാം. പിന്നെ റൈറ്റ് ഇഷ്യൂ, അത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഒരു പ്രോസ്പെക്ടസ് ഇല്ലാതെ കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ പബ്ലിക് ഇഷ്യൂ ആണ്, ടു ദ ജനറൽ പബ്ലിക് വിത്ത് എ പ്രോസ്പെക്ടസ്. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് പബ്ലിക് ഇഷ്യൂ, അതേപോലെ മെത്തേഡ് ഓഫ് ടൈപ്സ് ഓഫ് പബ്ലിക് ഇഷ്യൂ, അതേപോലെ മെത്തേഡ് ഓഫ് പ്രൈസിങ് ആണ്. അപ്പോൾ ടൈപ്സ് ഓഫ് പബ്ലിക് ഇഷ്യൂ നോക്കിക്കഴിഞ്ഞാൽ IPO എന്ന് പറഞ്ഞാൽ അത് ഫസ്റ്റ് ടൈം പബ്ലിക് ഓഫറാണ്. ആദ്യമായിട്ട് ഷെയർ പബ്ലിക്കിന് കൊടുക്കുന്നതിൻ്റെ പേരാണ് IPO, ഫസ്റ്റ് ടൈം പബ്ലിക് ഓഫർ. ഇനി ഓഫർ ഫോർ സെയിൽ ഉണ്ട്, ത്രൂ ബ്രോക്കേഴ്സും ബാങ്കുമാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് പബ്ലിക് ഇഷ്യൂവിൽ വരുന്ന 2 പോയിന്റ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ മെത്തേഡ്സ് ഓഫ് പ്രൈസിങ് ആണ്. മെത്തേഡ്സ് ഓഫ് പ്രൈസിങ്ങിൽ ഫിക്സഡ് പ്രൈസ് ഉണ്ട്, പ്രൈസ് ഇസ് പ്രീ ഡിസൈഡഡ് ആണ്. പിന്നെ ബുക്ക് ബിൽഡിംഗ് ഉണ്ട്, പ്രൈസ് ഇസ് ബേസ്ഡ് ഓൺ ഇൻവെസ്റ്റർ ബിഡ്സ്. ഇൻവെസ്റ്റർ ലേലം വിളിക്കുന്നതിനനുസരിച്ചിട്ട് പ്രൈസ് വരുന്നതാണ് ബുക്ക് ബിൽഡിങ്. ഫിക്സഡ് പ്രൈസ് നമ്മൾ ആദ്യം തന്നെ ഡയറക്ടേഴ്സ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നതാണ് ഫിക്സഡ് പ്രൈസ്. ഇനി ഇത് കഴിഞ്ഞിട്ടാണ്
സ്റ്റെപ്സ് ഇൻ ഇഷ്യൂ ഓഫ് ഷെയർ. അപ്പോൾ ഷെയർ എങ്ങനെയൊക്കെയാണ് ഇഷ്യൂ ചെയ്യുക എന്നുള്ളതാണ്, അതിൻ്റെ സ്റ്റെപ്പ് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പോയിൻ്റ് ഇതേ ഓർഡർ തന്നെ വരണേ. ആദ്യം ഇത് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാം. അതൊരു നോട്ടീസ് അല്ലെങ്കിൽ നമ്മൾ പബ്ലിക്കിനെ ഇൻവൈറ്റ് ചെയ്യുക. അപ്പോൾ പ്രോസ്പെക്ടസിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കണം കമ്പനീനെ കുറിച്ചിട്ട്. പിന്നെ ആൾക്കാർ ആപ്ലിക്കേഷൻ നമുക്ക് ഫില്ല് ചെയ്ത് തരും അലോങ് വിത്ത് മണി. അപ്പോൾ ആപ്ലിക്കേഷൻ ടൈമിൽ ഒരു പൈസ കിട്ടും. ദെൻ അലോട്ട്മെൻറ്റ് ചെയ്യും നമ്മൾ, എന്താണ്, കമ്പനി ഗിവ്സ് ഷെയർസ് ആൻഡ് ആസ്ക് ഫോർ മോർ മണി. അപ്പോൾ കമ്പനി ബാക്കിയുള്ള പൈസയും കൂടി കോൾ ചെയ്യാം. പിന്നെ ഷെയർ സർട്ടിഫിക്കറ്റ് കൊടുക്കും. ഓക്കെ, അപ്പോൾ അതിലിനി ടൈപ്സ് ഓഫ് അലോട്ട്മെൻറ്റാണ് നോക്കാനുള്ളത്. 2 തരം അലോട്ട്മെൻറ്റ് ഉണ്ട്. ഒന്ന് ഫേം അലോട്ട്മെൻറ്റ് ഉണ്ട്, അത് ടു പ്രൊമോട്ടേഴ്സിനും എംപ്ലോയീസിനും കൊടുക്കുന്നതാണ്. പ്രിഫറൻഷ്യൽ അലോട്ട്മെൻറ്റ് ഉണ്ട്, ടു ഐഡൻറ്റിഫൈഡ് പേഴ്സൺസ് അല്ലെങ്കിൽ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിനൊക്കെ കൊടുക്കുന്നതാണ് ഈ പ്രിഫറൻഷ്യൽ അലോട്ട്മെൻറ്റ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നോക്കാനുള്ളത് മിനിമം സബ്സ്ക്രിപ്ഷൻ എന്താണെന്നുള്ളതാണ്. അപ്പോൾ മിനിമം സബ്സ്ക്രിപ്ഷൻ ആ പേര് തന്നെ ഉണ്ട്. നമ്മുടെ കമ്പനി പബ്ലിക്കിന് ഷെയർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മിനിമം സബ്സ്ക്രിപ്ഷൻ ആൾക്കാർ അത് എടുത്തിരിക്കണം. അറ്റ്ലീസ്റ്റ് 90% ഓഫ് ദ ക്യാപിറ്റൽ മസ്റ്റ് ബി കളക്റ്റഡ് ഇൻ 30 days. 30 ദിവസം കൊണ്ട് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്തിട്ടും 30 ദിവസത്തിനുള്ളിൽ 90% ക്യാപിറ്റൽ ആൾക്കാർ വാങ്ങിയിരിക്കണം എന്നുള്ളതാണ്. ഇഫ് നോട്ട് റീഫണ്ട് വിത്തിൻ 15 days. ഒരു 60% ആളെ വാങ്ങിയിട്ടുള്ളൂ എങ്കിൽ ആ 60% ആൾക്കാർക്കും 30 ദിവസം കഴിഞ്ഞിട്ട് 90%ത്തിലേക്ക് നമുക്ക് എന്താണ് അത് എത്തിക്കാൻ സാധിച്ചിട്ടില്ല. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ എന്താണ് ഒരു 10,000-ന് ഷെയർ ഇറക്കി. അപ്പോൾ 10,000-ന് ഷെയർ ഇറക്കിയാൽ 9,000 എങ്കിലും എന്താണ് ആൾക്കാർ വാങ്ങിയിരിക്കണം. അപ്പോൾ വെറും 6,000 രൂപയ്ക്ക് ആൾ വാങ്ങിയിട്ടുള്ളൂ എങ്കിൽ എന്താണ് ഇത് നമ്മൾ, അപ്പോൾ ഇത് ഒരു 30 ദിവസത്തിനുള്ളിൽ ഇത് എത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ 6,000 15 പിന്നെ ഇത് കഴിഞ്ഞിട്ടുള്ള 15 ദിവസത്തിനുള്ളിൽ നിന്നാണ് നമ്മളത് റീഫണ്ട് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ഷെയർസ് പേയബിൾ ബൈ ഇൻസ്റ്റാൾമെൻ്റ് ആണ്. അപ്പോൾ ഷെയർ എപ്പോഴും ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ടാണ് വാങ്ങുക. അപ്പോൾ അത് ആപ്ലിക്കേഷൻ്റെ ടൈമിൽ നമ്മളൊരു പൈസ വാങ്ങും. അപ്പോൾ അറ്റ്ലീസ്റ്റ് 5% വാങ്ങണം എന്നുള്ളതാണ്. സെബി പ്രകാരം 25% വാങ്ങണം. കമ്പനീസ് ആക്ട് പറഞ്ഞത് അറ്റ്ലീസ്റ്റ് 5 ആണ്, സെബി 25 വാങ്ങണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു 10 rupees ഷെയർ ആണെങ്കിൽ മിനിമം ഒരു 2.5 എങ്കിലും വാങ്ങണം എന്നാണ് സെബി പറയുന്നത്. അല്ലെങ്കിൽ 50 പൈസയെങ്കിലും വാങ്ങണം എന്നുള്ളതാണ് ആക്ട്, കമ്പനീസ് ആക്ട് പറയുന്നത്. ഇനി അലോട്ട്മെൻറ്റ്, ഈ ഒരു ഷെയർ അലോട്ട് ചെയ്യുന്ന നേരത്ത് നമ്മളൊരു ചെറിയ പൈസ വാങ്ങണം. അപ്പോൾ 10 രൂപയെന്ന് ചിലപ്പോൾ അടുത്തൊരു 5 രൂപ അതിൽ നിന്ന് വാങ്ങും. ബാക്കിയുള്ള പൈസ എന്താണ്, കോൾ മണിയാണ്. അത് പിന്നെ ഇത് എത്ര ഉണ്ട്, ഇനി 2 ഉണ്ടല്ലോ, അത് കോൾ മണി ആയിട്ട് വാങ്ങും. അങ്ങനെ 3 ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ടാണ് വാങ്ങുക. ചിലപ്പോൾ 2 കോൾ ഉണ്ടാവും, ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ഉണ്ടാവും. ബാലൻസ് മണി കളക്റ്റഡ് ഇൻ പാർട്സ് ഇസ് കോൾഡ് കോൾസ്. ഫോർ എക്സാമ്പിൾ ₹10, 3 ഓൺ ആപ്ലിക്കേഷൻ, 4 ഓൺ അലോട്ട്മെൻറ്റ്, 3 ഓൺ ഫൈനൽ കോൾ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട തിയറീസൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പ്രോബ്ലം സൈഡാണ്. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ തിയറീസ് വരുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രധാനപ്പെട്ട ഈ ഒരു ചാപ്റ്ററിൻ്റെ എല്ലാ തിയറീസും എന്താണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ.